ഹലോ മൈ ഡിയർ CA ഫൗണ്ടേഷൻ ആൻഡ് ഇന്റർ സ്റ്റുഡൻസ്, നിങ്ങൾ ഈ മെയ് 2025 റിസൾട്ട് വന്നതിന് ശേഷം ഈ വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഫെയിൽ ആയവരായിരിക്കാം, അല്ലെങ്കിൽ പാസ്സായവരായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് സർട്ടിഫൈഡ് കോപ്പീസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവെരിഫിക്കേഷൻ അയക്കാനോ കാര്യങ്ങളോ റീവെരിഫിക്കേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആൻസർ ഷീറ്റ് കയ്യിലെടുത്തതിന് ശേഷം ഈസിയാണ് നിങ്ങൾക്ക് അയക്കാൻ പറ്റും. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാകും. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? അപ്പോൾ ആപ്ലിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് നിങ്ങൾ ഗൂഗിളിലോ ഏതെങ്കിലും സെർച്ച് എഞ്ചിനിലോ RTI ഓൺലൈൻ വെബ്സൈറ്റിലേക്ക് പോവുക. അപ്പോൾ RTI ഓൺലൈൻ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഹോം പേജ് ആയിട്ട് കാണുക RTI ഓൺലൈനിലെ. അപ്പോൾ ഇതിനകത്ത് നിങ്ങളോട് എന്ത് ചെയ്യണം? ഇവിടെ സബ്മിറ്റ് റിക്വസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ സബ്മിറ്റ് റിക്വസ്റ്റിലേക്ക് നിങ്ങൾ കൊടുക്കുക. ആ സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു പേജിലേക്ക് നാവിഗേറ്റ് ആകും. ഇത് കുറച്ച് എന്താണ് നമുക്ക് സൈറ്റ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ലോഗിൻ ചെയ്യുന്നതുകൊണ്ട് ഒരു പബ്ലിക് വെബ്സൈറ്റ് ആണ്, പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. CAയുടെ സർട്ടിഫൈഡ് ആൻസർ കീപ്പ് കിട്ടാൻ വേണ്ടി മാത്രമല്ല, പലരും നമ്മളിത് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം അവസാനം ഇന്ന് വായിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ സബ്മിറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ സൈറ്റ് ചില സമയത്ത് ഭയങ്കര ഡിലേ ആകും കേട്ടോ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നിങ്ങളൊന്ന് മാനേജ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക. ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി, ഒരു OTP കിട്ടും നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയുണ്ട്. ഇവിടെ മൊബൈൽ നമ്പർ 10 അക്കം +9 ഒന്നാണ് ചെയ്യേണ്ട ആവശ്യമില്ല, 10 ഒക്കെ എൻ്റർ ചെയ്യുക. പിന്നെ ഈ ക്യാപ്ചർ നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വരും? നിങ്ങൾക്കൊരു OTP ഒരു മെയിൽ ഐ ഡിയിലേക്ക് അത് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു പേജിലേക്ക് നിങ്ങൾ നാവിഗേറ്റ് ആകും. ആ പേജിലേക്ക് നിങ്ങൾ പോകുക. ഇതായിരിക്കും നിങ്ങളുടെ പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഏതാണ് മിനിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് പോയിട്ട് മിനിസ്റ്ററി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഉണ്ട്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. മൈനോറിറ്റി അഫയേഴ്സ് അല്ല, തെറ്റിപ്പോകരുത്. ഇവിടെ മിനിസ്ട്രി മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? നമുക്ക് ഈ പറഞ്ഞ സംഭവം കിട്ടത്തില്ല. അപ്പോൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്ഷൻ സൂം ആവുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് ഉണ്ട്, കമ്പനി സെക്രട്ടറി ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ട്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അത് സെലക്ട് ചെയ്യുമ്പോൾ ഒരു പോപ്പപ്പ് പോലും അവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇൻബിൽട്ട് ആയിട്ട് എൻ്റർ ചെയ്ത മെയിൽ ഐ ഡി ഇവിടെ കാണിക്കുന്നു, മൊബൈൽ നമ്പർ ഇവിടെ കാണിക്കുന്നു. അതിനുശേഷം ജെൻഡർ സെലക്ട് ചെയ്യുക, അഡ്രസ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ടൈപ്പ് ചെയ്താലും മതി, അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അഡ്രസ്സ് എല്ലാം. അതിനുശേഷം അഡ്രസ്സ് ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങളുടെ ഇന്ത്യ, അതേപോലെ തന്നെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് നമ്മളിപ്പോൾ കേരളം നമ്മൾ സെലക്ട് ചെയ്യുന്നു. സ്റ്റേറ്റ് കേരള. ലിറ്ററേറ്റ് റൂറലോ അർബൻ അത് ഏതാണെങ്കിലും പ്രശ്നമൊന്നും തന്നെ ഇല്ല. ലിറ്ററേറ്റ് നമ്മുടെ ഗ്രാജുവേഷൻ കൊടുക്കുക, 12 ആണ്, ഗ്രാജുവേറ്റ് ആണ് ഇത് കൊടുക്കുക. ഫോൺ നമ്പർ കൊടുക്കുക. സിറ്റിസൺഷിപ്പ് ഡീറ്റെയിൽസ് ഇന്ത്യൻ സിറ്റിസൺ ആണ്, പവർട്ടി ലൈൻ ആണോ BPL കാർഡാണോ, കാരണം ഫീ എക്സംഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മളുടെ അപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങളുടെ സബ്ജക്റ്റും അതേപോലെ ഏത് ഇയറിൻ്റെ ആണ് വേണ്ടതെന്ന് വളരെ കൃത്യമായി നിങ്ങൾ ചേഞ്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഇയർ ഇന്ന സബ്ജക്റ്റ് മാത്രം മതി എന്ന് വളരെ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, അതായത് ചൂസ് ഫയൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു അഡ്മിറ്റ് കാർഡ് എന്താണ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്യുക. ക്യാപ്ച എൻ്റർ ചെയ്തതിന് ശേഷം നേരിട്ട് എന്ത് ചെയ്യുക? സബ്മിറ്റ് കൊടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഈ പറഞ്ഞ സംഭവം ഇവിടെ കഴിയും. എന്നിട്ട് 1-2 നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കാരണം 2 ആഴ്ച വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ റിസൾട്ട് കാര്യങ്ങളൊക്കെ വരികയുള്ളൂ. അത് മെയിലിൽ നിങ്ങൾക്ക് വരും. നിങ്ങളുടെ വീട്ടിലേക്ക് പാർസലായിട്ട് വരില്ല, മെയിൽ ID ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളിപ്പോൾ BPL കാർഡ് അങ്ങനെ കാർഡിൽ വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഫയലിൻ്റെ അവിടെ നിങ്ങൾക്ക് BPL കാർഡൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓർത്ത് വെക്കുക, ഇവിടെ ഡോക്യുമെൻ്റ് അവിടെ ആധാർ കാർഡ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട. കാരണം ഒരു പബ്ലിക് വെബ്സൈറ്റ് ആണ്, ചുമ്മാ നമ്മൾ എന്താണ് ആധാർ കാർഡ് ഒന്ന് അപ്ലോഡ് ചെയ്തത്. മാക്സിമം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുക. ഇത്രയും കാലം നിങ്ങൾ ചെയ്താൽ മതി.